ഗൈസ് അപ്പതേ എന്നെ ഈ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ട് ഒരു സ്ഥലത്ത് എന്നോട് കണ്ണം പറഞ്ഞ എനിക്കൊരു ചലഞ്ച് തന്നെ കേട്ടോ. അതായത് പോയി ഡാൻസ് ചെയ്യണം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്ഥലം പരിപാടി ഒന്നും ഇവരോട് പറഞ്ഞിട്ടില്ല. ഇവരോട് ഔട്ട്ഫിറ്റ് ഇടാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ക്യാമറമാൻ, അതെ നമ്മുടെ ക്യാമറമാനും കൂടെ നമ്മൾ ഇതാണ്. എനിക്ക് തന്നെയായിട്ട് അടിയിട്ടുണ്ടെങ്കിൽ കൂടെ ഒരാൾ കൂടെ വേണ്ടേ, അതുകൊണ്ട് ഒരാളെ കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നൈസായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടു അവിടെ പോയി ഡാൻസ് കളിച്ചോളാന്നാ പറഞ്ഞത്. അവൾ കളിക്കാമെന്നും പറഞ്ഞു. സോ നമ്മുടെ സ്ഥലമെല്ലാം ഞങ്ങൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. സോ അവൾ ഔട്ട്ഫിറ്റും പരിപാടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഗൈസ് എന്റെ മുണ്ട്. അതെ, ഞങ്ങൾ വൈകിട്ട് ഈവനിങ് ആയിട്ട് ഞങ്ങളുടെ ഷോർട്സോ കാര്യങ്ങളോ ഇന്ന് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ ഞങ്ങൾ ആരെയും ഞങ്ങൾ പിടിച്ച് ഇടിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ മറ്റേ മനോരമ ന്യൂസിലൊക്കെ ഫ്രണ്ടിലത്തെ മുണ്ടും പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നാളെ രാവിലെ പത്രത്തിന് ഹെഡ്ലൈൻ, കാശ് കൊടുക്കാതെ പത്രത്തിന്റെ ഫ്രണ്ടിൽ ഹെഡ്ലൈൻ വരും. സോ നമുക്ക് ഏതായാലും നമ്മുടെ സ്ഥലത്തിലേക്ക് ഇപ്പൊ പോവാം. അതുള്ള ബാക്കിയുള്ള വിശേഷം നമുക്ക് സ്ക്രീനിൽ കാണാം. ഉണ്ടല്ലേ സൗത്ത് പോലീസ് സ്റ്റേഷൻ. ഗൈസ് ഇവര് പോലീസ് സ്റ്റേഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്താവും എനിക്കറിയില്ല, എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അയ്യോ എന്തൊരു അഭിനയം കണ്ടു, ഞാൻ അഭിനയം അതാ ഇവര് പറയുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ലൊക്കേഷൻ എവിടെയാണോ അവിടേക്ക് പോവാം. ഗൈസ് എനിക്ക് ഭയങ്കര തുമ്മലുണ്ട്. അപ്പൊ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ തുമ്മുവോന്നാണ് ഇപ്പൊ എൻ്റെ ഒരു വലിയ ഡൗട്ട്. അയ്യോ ലിപ്സ്റ്റിക് എടുത്തില്ല ഗൈസ്. അപ്പം ഞങ്ങൾ ദേണ്ടെ പോവാണ്. ഞാൻ എക്സൈറ്റഡ് ആണോന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയാണ് ഗൈസ്. അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു ധൈര്യം കിട്ടുമെന്നൊന്നും എനിക്കറിയാം. കേസും ജയിലിക്കാൻ ഇവിടെ പോലെ സ്റ്റേഷനിൽ കയറിയിട്ടില്ല. മിക്കവാറും അത് ഇന്ന് പോസിബിൾ ആകുന്ന എന്റെ മനസ്സ് പറയുന്നു. എന്റെ മനസ്സും പറയുന്നുണ്ട്. ആ പടര കോൺഫിഡൻസ് ഗൂഗിൾ ഉള്ളതുകൊണ്ടാണ്. അതെ, വെറുതെ കിടന്ന ചെക്കനെ ഇവിടെ വിളിച്ചു വരുത്തി ഒന്നാതെ പാവത്തിന് പാവങ്ങൾ പ്രശ്നങ്ങളായിട്ടിരിക്കുന്ന. അതെ 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 അതെ, ഇനി അതും കൂടെ അവനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൂടെ ഞങ്ങൾ എന്തായാലും നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഉണ്ട്. പിന്നെ ഇപ്പൊ ആൾക്കാരൊക്കെ ഇറങ്ങി, ആക്ച്വലി ഇന്ന് വോട്ടിംഗ് ആണ് കേട്ടോ. അപ്പം ആൾക്കാരൊക്കെ വഴിയിലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരില്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പോവാം അല്ലേ വാച്ചി? വിശക്കുന്നുണ്ടോ ഗോകുലിന് വിശക്കുന്നുണ്ടോ? ഞാൻ എന്റെ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനിയിപ്പൊ സ്റ്റേഷനിൽ വല്ല വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകട്ടല്ലോ. അങ്ങനെ നമ്മൾ പോകുകയാണ് ഗൈസ്. ഒരു വല്ലാത്ത ടെൻഷനുണ്ട് എനിക്ക്, എന്താന്നറിയത്തില്ല. എന്നാലും ഞാൻ ലുക്കാണല്ലേ ഈ ഷർട്ട് മുണ്ടൊക്കെ എടുത്തിട്ട്. ലുക്ക് കൊള്ളാം, സെറ്റപ്പ് അല്ലേ പാച്ചി? എങ്ങനെയുണ്ട് ലുക്കല്ലേ? നമ്മൾ സെലക്ട് ചെയ്ത പാട്ടും കുലസ്ത്രീയാട്ടോ. അയ്യോ, എന്തായാലും വൈറലായാ മതിയായിരുന്നല്ലേ പാച്ചി? അതെ അതെ, ഇത് വൈറലായാലും എയർലൈനും ആകണം. ഞാൻ രേണുസുധീനെ റോൾ മോഡലാക്കി വെച്ചിരിക്കുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയ, അല്ലേ ചേച്ചി? അതെ അതെ, രേണുസുധി ഫാൻസ് കേൾക്കല്ലോ കേട്ടോ. കാരണം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ നേരിടും. അപ്പൊ ദേണ്ട നമ്മൾ അങ്ങോട്ട്, ഇത് നമ്മുടെ ഇവിടെ ഉള്ളൊരു തുരങ്കമാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഞാനിനി കൂടുതൽ സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇനിയിപ്പൊ അവിടെ ചെന്നിട്ട് ഗൈസ് ഞങ്ങൾ അങ്ങനെ ഇതിപ്പം നമ്മുടെ സൗത്ത് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് ഇവിടെ അത്യാവശ്യം ആളുകളും പരിപാടി ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി എങ്ങനെ പോകേണ്ട പരിപാടി പിന്നെ ഡയലോഗ്, വീട്ടിൽ നിന്ന് ഒരു വലിയ ഡയലോഗ് ഒക്കെ ഇവിടെ ഒന്ന് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ. ഇപ്പൊ അതൊന്നും ഇല്ല. നമുക്ക് കണ്ടറിയാം അവിടെ ചെന്നിട്ട് എന്താ അടികിട്ടില്ലെന്ന് അറിയാം. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്യാമറമാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുവാണെങ്കിൽ എങ്ങനെ പരിപാടി ചെയ്യാന്നൊക്കെ നമുക്കത് കാണാം. നീ ഇവിടെ നിന്നായിരിക്കും എൻട്രി ചെയ്യാൻ പോണേ. അപ്പം ഞാനിവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. ബസ്സുകൾ നിർത്തിയിട്ടുണ്ട്, അവിടെ ഞാനുണ്ടാവും. ഈ സൈഡിൽ ഹൈഡ് ആയിട്ട് ഇവനെ നിൽക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഓൾറെഡി ഞാൻ റോൾ ചെയ്ത് കയറ്റി വയ്ക്കും. ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വന്നിട്ട് റോൾ ചെയ്തിട്ട് നീ ഇവിടെ പമ്മി നിൽക്കണം. 1 2 3 എന്ന് പറയുമ്പോൾ നീ ഹെഡ്സെറ്റിൽ പാട്ട് വയ്ക്കുക. പാട്ട് വെച്ചിട്ട് പാട്ട് പ്ലേ ചെയ്തിട്ട് വേണം നീ ഇങ്ങനെ കടന്നു വരാൻ. അപ്പം ഇവിടെ മൊത്തം നിറച്ച ആൾക്കാരാണ്. ഇവിടെ കുറച്ച് ലോങ് സ്പേസ് ഉണ്ട്. അപ്പം നീ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇട്ട് പോകണം. ഇവിടെ നിന്ന് നടക്കുമ്പോൾ ആ സാധനം ഇട്ടിട്ടും പോവുക, അതിന്റെ ആക്ഷൻസ് ചെയ്യുക, നിന്റെ പരിപാടികൾ ചെയ്യുക. ഇവരെ നോക്കേ വേണ്ട, നോക്കി കഴിഞ്ഞാൽ നീ ചടയ്ക്കോ. അപ്പോൾ അവർ നോക്കിയാണ്ട് ഇതൊക്കെ കാണിച്ച് നേരെ ചുമ്മാ നോക്കിയിട്ട് വേണമെങ്കിൽ ചുമ്മാ ഇതൊക്കെ പറഞ്ഞ ലൈൻ കാണിച്ചു. അപ്പോൾ അധികം മുഖം അങ്ങോട്ടേക്ക് പോകരുത്, ഞാൻ ഫ്രണ്ടിലായിരിക്കും നിന്റെ. എന്നിട്ട്
പയ്യെ തുണിട്ട് ഇതേപോലെ തിരിഞ്ഞിട്ട് പാട്ടെങ്ങാനും അഥവാ നിന്ന് പോയാലും നിന്റെ ആക്ഷൻ നിർത്തരുത്. അതേപോലെ തിരിഞ്ഞ് നടന്ന് നേരെ ഇതേപോലെ തന്നെ തിരിച്ചു വരാം. തിരിഞ്ഞു നോക്കരുത്, നേരെ കാറിലേക്ക് വരാം. ഞങ്ങളും തിരിച്ചു വരും. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. കുലസ്ത്രീ സോങ്ങാണ്. എൻ്റെ ചെവി മാത്രമേ പാട്ട് കേൾക്കുന്നുള്ളൂ കേട്ടോ, മറ്റുള്ളവർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ കളിക്കുമ്പോൾ അവർ വിചാരിക്കും ഇതിന് എന്താ വട്ടാണോ എന്നുള്ള രീതിയിലാണ്. ഞാൻ ആദ്യം തന്നെ എൻ്റെ സിഗരറ്റ് എടുത്തപ്പോൾ അത് താഴോട്ട് പോയി ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ഈ ഒരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും സെറ്റാക്കാം. മുണ്ടഴിഞ്ഞു പോയതുകൊണ്ട് എൻ്റെ കോൺഫിഡൻസ് പോയി ഞാൻ നിർത്തി ഗൈസ്. സോ നിങ്ങൾ ഷോർട്സിൽ കണ്ടു കാണും. ഈ സാധനമാണ് ഷോർട്സിൽ ഞാൻ ചെയ്യുന്നത്, ഈ ഒരു പോർഷനാണ്. അപ്പോൾ എനിക്ക് സെറ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഫ്ലോപ്പായി പരിപാടി. അപ്പം നമ്മൾ ഈ ഒരു സാധനം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പോയി ചെയ്യാനായിട്ടുള്ള നമ്മുടെ പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. കാര്യം മൂഞ്ചിപ്പോയി, മുണ്ടഴിഞ്ഞു പോയി പകുതി ചെയ്തോണ്ടിരുന്നപ്പോ. അയ്യോ, ഞാൻ നോക്കും ഒരാൾ കിടന്ന് അവിടെ തുള്ളിച്ചാടുവാ. ഞാൻ നോക്കാം മുണ്ട് പകുതി അവർക്ക് മുറുക്കി കൊടുക്കാതിരുന്ന കാര്യം. ഞാൻ അങ്ങേ മൂലയിൽ പോയി ആൾക്കാരുടെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങേ മൂലയിൽ പോയി നിന്നിട്ട് ഞാൻ എടുക്കും. ഒരുത്തിയാണെങ്കിൽ അങ്ങേ മൂലയിൽ നിന്ന് അവിടെ ഇവിടെ നടന്നിട്ട് ഓടുക. പിന്നെ ഗൈസ് വേറൊരു ചേട്ടൻ വന്ന് പറഞ്ഞു അതിനകത്ത് അവരുടെ ഫോട്ടോ മറക്കണമെന്ന്. ഞങ്ങളെ കൊണ്ട് അവസാനം മാത്രം ബ്ലറി ഇട്ട് ഞങ്ങൾ തരത്തുള്ളൂ. പാവം ചേട്ടൻ ഞങ്ങളോട് അടിക്കാൻ ആള് പുറകെ വന്നാണെന്ന് ഒരു ഓർത്ത് പോയി. എന്തായാലും നമ്മൾ പ്രതീക്ഷക്കാലം അടിപൊളിയായിരുന്നു. ഞങ്ങൾ വേറൊരു സ്ഥലത്തോടെ പോവാം ഗൈസ്. അതെ, ഞങ്ങൾ പോവാൻ നോക്കുക. എവിടെയെങ്കിലും പറ്റുമെങ്കിൽ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ ഓക്കെ, ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ക്ഷീണം മാറ്റാൻ വേണ്ടി ചായ കുടിച്ചാലെന്ന് ആലോചിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മുടെ ക്യാമറമാൻ ഇവിടെ നാറിയിരിപ്പുണ്ട്. മുണ്ടഴിഞ്ഞു പോയത് കൊണ്ട് ഇവര് പറഞ്ഞ് സെറ്റ് ആകുമെന്ന് പറഞ്ഞു. എനിക്ക് ധൈര്യമൊക്കെ വന്നേട്ടാ. അതെ, പക്ഷെ ഞങ്ങൾക്ക് ധൈര്യം അത്രയ്ക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പൊ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞങ്ങളുടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഞങ്ങൾ ഇതേ ഒരു ഐറ്റമായിട്ട് ഞങ്ങൾ ഇടുക്കിയിൽ ഇറങ്ങുന്നതായിരിക്കും. ഞങ്ങളില്ല, ഇവിടെ ഉള്ളു, ഞാനില്ല. ഇവനെ കണ്ടു ഞാൻ പാക്ക് ചെയ്ത്. അപ്പൊ ഗൈസ് നമ്മൾ ചായ കുടിച്ച് നിങ്ങളപ്പോ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമന്റിൽ രേഖപ്പെടുത്തുക. ചായം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ അതുവരേക്കും ഇറ്റ്സ് മീ അഭിജിത്ത്, ദിസ് ഇസ് ചഞ്ചൽ ആൻഡ് ദിസ് ഇസ് ഗോകുൽ ആൻഡ് വി ആർ സൈനിങ് ഓഫ്. ബൈ.